ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ ഇന്ന് നല്ല മഴയാണ്. മക്കളും ചേട്ടനൊക്കെ പോയിട്ടുണ്ട്. മക്കളെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ അതുവഴി അങ്ങ് പോവും. ഇത് ഡീപ് ക്ലീനിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ഡേ വ്ളോഗാണ് കേട്ടോ. ബാക്കി വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ അതേ അകത്തേക്ക് കയറി വന്നു. കുറച്ച് ഡ്രസ്സ് ഉണങ്ങാതെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിന് കസേരയെ കൊണ്ട് ഇട്ടേക്കുമായിരുന്നു. ഇതിന് മുകളിലത്തെ റൂമിൽ കൊണ്ടിടണം. ഉണങ്ങാൻ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ മുകളിലത്തെ റൂമിലാണ് കേട്ടോ കൊണ്ടിടുന്നത്. അവിടെയും കുറച്ച് തുണികൾ കഴുകിയിട്ടത് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇതിന് ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ക്ലീനിങ്ങിൽ ഞാൻ സിറ്റൗട്ടും ഹോളും മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി വേറെ ദിവസങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല കുറച്ച് പണികളും കൂടെ എക്സ്ട്രാ എനിക്കിന്ന് ചെയ്യാനുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അതേ ഇവിടെ ബെഡ്റൂമിൽ കസേരയിൽ കൊണ്ട് വെച്ചു കേട്ടോ. ഇതിനി എനിക്ക് പിന്നീട് വേണം മടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ആദ്യം സിറ്റൗട്ടാണ് ഒന്ന് തുടയ്ക്കാൻ പോകുന്നത്. മാറാലയും പൊടിയൊന്നും ഇല്ല കേട്ടോ സിറ്റൗട്ടിൽ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തട്ടിക്കളയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടയ്ക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഒരു ക്ലീനിങ് ലിക്വിഡായിട്ട് ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കിവിടെ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പങ്കജ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ സിറ്റൗട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് മക്കളുടെ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടിട്ടു. അപ്പുറത്തെ സൈഡിൽ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ കേശുവിൻ്റെ ഷൂവും ദേവൂട്ടിയുടെ ചെരുപ്പുമാണ് കേട്ടോ അവിടെ കിടന്നത്. അപ്പം ഷൂവിൻ്റെ അകത്ത് എന്തെങ്കിലും ജീവികൾ കയറി ഇരിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടിട്ടത്. അല്ലെങ്കിൽ നല്ല ചെരുപ്പുകളൊക്കെ ഞാൻ അകത്ത് ഒരു ബോക്സിലാക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിപ്പം മക്കൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ചെരുപ്പ് ഊരിയിടുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തട്ടിക്കുടഞ്ഞ് അകത്തുകൊണ്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ഇതിവിടെ സിറ്റൗട്ടിലൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചവിട്ടിയും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഓടപ്പൂവാണ് കേട്ടോ അവിടെ തൂക്കിയിട്ടേക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊട്ടിയൂർ പോയപ്പം കൊണ്ടുവന്നതാണ്. ഹാളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിയും പിന്നെ കസേരയും പിന്നെ ഷോക്കേസുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സെറ്റിയുടെ പുറത്ത് കുറച്ച് മക്കളുടെ കളിപ്പാട്ടങ്ങളും പിന്നെ റെയിൻ കോട്ടും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. കുറേ സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുമ്പോഴത്തേക്കും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടിടുന്നതാണ്. അപ്പം ചേട്ടൻ്റെ റെയിൻ കോട്ടും കേശുവിൻ്റെ റെയിൻ കോട്ടും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇന്ന് അകത്ത് എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ പുറമൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിടുവാണ്. ആദ്യം ഞാൻ സോഫയിലിട്ടിരിക്കുന്ന കവറുകളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകാറുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അത് കഴുകുന്നില്ല കേട്ടോ. പിന്നെ മുകളിലുള്ള മാറാലൊക്കെ തട്ടിക്കൊടുക്കുകയാണ്. സെറ്റ് ഞാൻ ആദ്യം ഇങ്ങനെ പുറത്ത് കിടന്ന ആ പൊടിയൊക്കെ തട്ടി കളഞ്ഞെങ്കിലും ഇനി ഒന്നുകൂടെ ഒന്ന് തട്ടിക്കളയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് എല്ലായിടവും ഉള്ള മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട്, മാറാല അങ്ങനെ അധികം അങ്ങനെ ഇല്ല എങ്കിലും ഞാൻ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി സെറ്റിലുള്ള കുഷ്യനൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. ഹാളിലുള്ള ഷോക്കേസിൽ നിറയെ ബുക്സും മക്കളുടെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം അത് ഒന്ന് എല്ലാം എടുത്തിട്ട് ഒന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ തിരിച്ച് തന്നെ അങ്ങനെ വയ്ക്കുകയാണ്. ഞാൻ ഓരോ ഗ്ലാസിൻ്റെയും പുറത്തിരിക്കുന്ന സാധനങ്ങളും എടുത്ത് മാറ്റിയ ശേഷം ആ ഗ്ലാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ആ എടുത്ത് മാറ്റിയ സാധനങ്ങൾ വീണ്ടും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഞാൻ നനഞ്ഞ തുണിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഉണങ്ങിയ തുണി കൊണ്ട് തന്നെയാണ് ഇതൊക്കെ തുടച്ചെടുക്കുന്നത് കേട്ടോ. പൊടി മാത്രം തുടച്ചെടുക്കുന്നതേ ഉള്ളൂ. വേറെ അഴുക്കൊന്നും ഇല്ലാത്തത് കാരണം പൊടി മാത്രം തുടച്ചെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഷോക്കേസിലെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ അവിടെ ടീപ്പോയുടെ പുറമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അത് ടീപ്പോയുടെ പുറം ഞാൻ രാവിലെ വെള്ളം തൊട്ടൊക്കെ ഒന്ന് തുടച്ചതാണ്. എല്ലാ ദിവസവും അതിൻ്റെ പുറത്ത് വെച്ച് പൂവൊക്കെ എടുത്തിടുന്നത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അതൊക്കെ എടുത്ത് മാറ്റി, അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ തന്നെ വെള്ളം തൊട്ട് അങ്ങ് തുടച്ചിടാറുണ്ട് കേട്ടോ. ടീപ്പോയുടെ അടിവശത്ത് തടിയുള്ള പൊടികളും കൂടെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് സ്വിച്ച് ബോർഡാണ് തുടയ്ക്കുന്നത്. സ്വിച്ച് ബോർഡിലും ഞാൻ നനഞ്ഞ തുണി കൊണ്ടല്ല തുടയ്ക്കുന്നത്, ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. വലിയ അഴുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണങ്ങിയ തുണി വെച്ച് തുടയ്ക്കുന്നത്. ഇപ്പോൾ അഴുക്കുണ്ടെങ്കിൽ വിനാഗിരിയും ഹാൻഡ് വാഷ് ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തുണി മുക്കിയിട്ട് അങ്ങ് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ആ അഴുക്ക് അങ്ങ് പൊയ്ക്കോളും. പിന്നെ ജനാലകളിൽ കുറച്ച് മാറാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഒരു തോർത്തെടുത്ത് മുഖത്ത് കെട്ടിയത്. ഞാൻ ഈ തോർത്ത് ഇങ്ങനെ മുഖത്ത് കെട്ടുന്ന കാര്യം ഞാൻ എപ്പോഴും മറന്നു പോകും കേട്ടോ. 3-4 പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പൊടിയൊക്കെ തട്ടുമ്പോഴത്തേക്കും എന്തെങ്കിലും മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലും മുഖത്ത് കെട്ടിയിട്ട് വേണം ഇങ്ങനെ പൊടി അടിക്കാനെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അത് മറന്നുപോയിട്ടാണ്. പിന്നെ ആദ്യം പൊടി കെട്ടിയപ്പോൾ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജനാലയിൽ ഇത്തിരി പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയി ഒരു തോർത്തെടുത്ത് മുഖത്ത് കെട്ടിയത്. അങ്ങനെ കമൻറ്റ് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മറന്നുപോയിട്ടാണ് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ തട്ടി കളഞ്ഞതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ അടിച്ചു വാരിയതിന് ശേഷം ഹോളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.